قال الله عز وجل في قرآنه الكريم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ, 2-3 ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ ബലിപെരുന്നാൾ കടന്നു വരികയാണ്. ഈദുൽ അദ്ഹ, ഹജ്ജ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാസമാണ് നമ്മൾ നിലകൊള്ളുന്നത്. ദുൽഖഅദ്, ദുൽഹജ്ജ്. അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന പല സഹോദരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങളില്ലാത്ത മഖ്ബൂൽ, അല്ലാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ പ്രതിഫലാർഹമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാളെ കഅബാലയത്തിൽ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹജ്ജിന് പോകുന്നവരാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചത്. ഹജ്ജിൻ്റെ ഉപാധി പറയുമ്പോൾ മനിസ്തത്വാ ഇലൈഹി സബീല, അതിന് വഴി കാണിക്കപ്പെട്ടവൻ, അതിന് സാധിക്കുന്നവനാണ് ഹജ്ജ് ചെയ്യുക. അപ്പോൾ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും സാധിക്കണമെന്നില്ല. സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യണം. അതാണ് അതിൻ്റെ ഷർത്ത്. നമസ്കാരത്തിൻ്റെ ഷർത്ത് മനിസ്തത്വാ ഇലൈഹി എന്ന് പറഞ്ഞിട്ടില്ല. നമസ്കാരം ഇതേപോലെ ഉപാധി വെച്ചിട്ടില്ല, മറിച്ച് നിസ്കാരം നിർബന്ധമാണ്. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫമൻ ഷഹിദ ഫീഹി, ആ റമദാൻ മാസത്തിൽ ആരെങ്കിലും ഹാജറാണെങ്കിൽ ഫലയസുഹു, നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോമ്പിനും മനിസ്തത്വാ ഇലൈഹി ആ ഒരു ഉപാധി ഇല്ല. അപ്പോൾ നോമ്പ്, സക്കാത്ത്, നിസ്കാരം. സക്കാത്തിന് പൈസ ഉണ്ടാവണം, നോമ്പിനും നിസ്കാരത്തിനും പൈസ വേണ്ട. മനസ്സിലായില്ലേ? അവിടെ ഒരു ഉപാധിയില്ല. രോഗിക്കും യാത്രക്കാരനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്, നോമ്പിൽ ഇളവ് നൽകിയിട്ടുണ്ട്. രോഗിയുടെ നിസ്കാരം എങ്ങനെയാണ്? കിടന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ കിടന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. അപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജംഉം കസ്റും ആക്കാം, വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യാം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന്റെ വിഷയം പറഞ്ഞപ്പോൾ മനിസ്തത്വാ ഇലൈഹി സബീല, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം. അത് ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകമാണ് അറഫാ ദിനത്തിലെ നോമ്പും അതേപോലെ അയ്യാമു തശ്രീക്കിലെ ദിവസങ്ങളും ബലിപെരുന്നാളിൻ്റെ ഈദുൽ അദ്ഹയുടെ ദുൽഹജ്ജ് 10ന്റെ ദിവസവും അന്നുള്ള ബലികർമ്മവും. അപ്പോൾ ബലികർമ്മത്തെക്കുറിച്ച് നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞ കാര്യം ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു വൻഹർ, നബിയെ നിങ്ങൾ ബലികർമ്മം നടത്തുകയും ചെയ്യണം. ബലികർമ്മം എന്നത് നമ്മൾ വിചാരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയായ ഉമ്മത്തുകളായ നമുക്ക് മാത്രമാണ് ബാധകമായതെന്ന്. മറിച്ച് അങ്ങനെയല്ല. ലോകത്ത് ആദം നബി മുതൽ ബലികർമ്മമുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത് വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസഖൻ ലിയദ്കുറുസ്മല്ലാഹ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസഖൻ, എല്ലാ ഉമ്മത്തിനും അല്ലാഹു തആല മൻസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബലി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലിയദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, പടച്ചവനെ സ്മരിക്കാനാണ് ബലികർമ്മത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ബലികർമ്മം ഇല്ലാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല. നോക്കാം നമുക്ക്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ബലിയറുത്തത്, അഥവാ ഭൂമിയിൽ ആദ്യമായി ബലിയറുത്തത് ആടിനെയാണ്. ആദം നബിയുടെ മക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ, ഓതി കൊടുക്കൂ. ഇത് ഖർബാന, അവർ ഖുർബാനി നടത്തി. ഇത് ഖർബാന, അവർ ഖുർബാനി നടത്തി. ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അതിൽ രണ്ടിലൊരുവന്റെ ഖുർബാനി അല്ലാഹു സ്വീകരിച്ചു. ഹാബീലിന്റെ ഖുർബാനി അല്ലാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, രണ്ടാമത്തവന്റെ കാബീലിന്റെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചില്ല. എന്താ കാരണം? ഹാബീൽ ബലിയെറുത്തത് നല്ല മൃഗത്തെയാണ്, കാബീൽ ബലിയെറുത്തത് ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നല്ല മൃഗമായിരുന്നില്ല. അപ്പൊ ബലികർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നടത്തിയ ആദ്യത്തെ ബലിയെ കുറിച്ച് പറഞ്ഞു. ഹാബീലിന്റെ ബലി അല്ലാഹു സ്വീകരിച്ചത് ഹാബീൽ നല്ല ലക്ഷണമൊത്ത് ആടിഞ്ഞറുത്തത് കൊണ്ടാണ്. ഹാബീലിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു എന്നാണ്. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുള്ള ബലികർമ്മം എന്താണ്? അൻ തദ്ബഹു ബഖറ,
പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഇപ്പൊ ഇസ്രായേലി യുദ്ധത്തിൽ പറയുന്നുണ്ടല്ലോ, പശുവിനെ അറുക്കും. പശുവിനെ അറുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അഥവാ അത്യന്താപേക്ഷിതമായ ഘട്ടത്തിൽ ജൂതന്മാർ നടത്തുന്ന ബലിയാണ്. ബക്കറ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. മാത്രമല്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ 84ാമത്തെ വയസ്സിലുണ്ടായ തന്റെ മകനെ അറുക്കണം. മോനെ, നിന്നെ അറുക്കണമെന്ന സ്വപ്നം ഞാൻ കണ്ടുപോയി. മാതാ തറ, എന്താ നിന്റെ അഭിപ്രായം? ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുമർ, അല്ലാഹ് എന്ത് പറഞ്ഞോ അത് ചെയ്തോ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം. അങ്ങനെ ഇബ്രാഹിം നബി തന്റെ മകനായ ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി പോകുന്നു. ആലോചിച്ച് നോക്കിയേ, നരബലി ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയില്ല. നരബലി എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയില്ല. ഇവിടെ നരബലിക്ക് അല്ലാഹു കൽപ്പിക്കുമ്പോൾ ആ നരബലി നടപ്പിലാക്കാൻ പോകുന്ന ഇബ്രാഹിം നബിയെ വിളിക്കുന്ന പറയാണ്, മതി ഇബ്രാഹിം, നീ ആ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഇതിന് പകരം ആടിനെ അറുത്താ മതി. കവിൽത്തടം ചരിച്ചു വെച്ചു എന്നാണ്. ആ ജബീനുഹു, അദ്ദേഹത്തിന്റെ കവിൽത്തടം മണ്ണിൽ ചരിച്ചു വെച്ചു. അത്രയും ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി മനസ്സുകൊണ്ട് തയ്യാറായെന്നാണ് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിമെ, നീ സത്യം സാക്ഷാത്കരിച്ചു, അതുകൊണ്ട് ഇസ്മായിൽ അറക്കണ്ട, ആടിനെ അറുത്താൽ മതി. നരബലി ഇസ്ലാമിലില്ല. ഇനി മാത്രമല്ല, ഈ ബലികർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രധാനമായും 4 ബലികർമ്മമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ഉദ്ഹിയ്യത്ത്, നമ്മളെല്ലാവരും ചെയ്യുന്ന, പലരും ചെയ്തിട്ടുള്ള, ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എല്ലാ വർഷവും ദുൽഹജ്ജ് 10 വലിയ പെരുന്നാളിന്റെ ആ നമസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീഖിന്റെ ആ സമയം, അവസാന സമയം വരെ നിർവഹിക്കാൻ പറ്റുന്ന ഉദ്ഹിയ്യത്ത്. രണ്ടാമത്തത് അഖീഖയാണ്. അഖീഖ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചാൽ അതിന്റെ സന്തോഷത്തിന് അറുക്കലാണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. ഇനി കുറച്ചധികം മാംസം എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആടിന് പകരം പോത്തിനെ അറുക്കാം, പശുവിനെ അറുക്കാം, കാളയെ അറുക്കാം, ഒട്ടകത്തെ അറുക്കാം. അപ്പോ 2 എന്നത് വേണ്ട, 1 ആണെങ്കിലും മതി, 1 അറുത്താൽ മതി. ഇതാണ് അഖീഖയുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന് നേർച്ചയാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ നേർച്ച നേരുകയാണ്, ഒരു ആടിനെ അറുത്തോളാം, ഒരു പോത്തിനെ അറുത്തോളാം. അപ്പൊ ആ നേർച്ച നേരുമ്പോ ചില അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ വാപ്പ മരിക്കാൻ കിടക്കുകയാണ്, ഉമ്മ മരിക്കാൻ കിടക്കുക, 1 കൊല്ലമായിട്ട് കിടപ്പാണ്, മാസങ്ങളായിട്ട് കിടപ്പാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അപ്പൊ ചില നാടുകളിൽ ചില ആളുകൾ അറവ് നടത്തും. എന്ത്? പോത്തിനെ അറുത്തു. എന്തിനാണ്? വാപ്പ മരിക്കാൻ. പോത്തിനെ അറുത്തു ഉമ്മ മരിക്കാൻ, പോത്തിനെ അറുത്തു. എന്തിനാ? ഉമ്മ മരിക്കാൻ. പോത്തിനെ അറുത്ത നേർച്ചയാക്കി ഉമ്മയുടെ റൂഹ് പോകാൻ, വാപ്പ റൂഹ് പോകാൻ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും മിമ്പറിൽ നിന്ന് ദുആയിരക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ബഹുമാന്യനായ മമ്മൂട്ടി സാറ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമീൻ സുലാഹിയുടെ വാപ്പ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ദുആ ചെയ്തു, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. നമ്മൾ ദുആ ഇരക്കുന്ന സമയത്ത് മരിപ്പിക്കണേ റബ്ബേ എന്നൊരിക്കലും ദുആ ഇരക്കാം. എത്ര സീരിയസ് ആയ രോഗിയാണെങ്കിലും മരിപ്പിക്കണേ റബ്ബേ, ബാപ്പാനെ മരിപ്പിക്കണേ, ഉമ്മാനെ മരിപ്പിക്കണേ എന്ന് ദുആ ഇരക്കാൻ പാടില്ല. അവരുടെ വിഷമം കൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. മറിച്ച് അവിടെ നമ്മൾ ദുആ ഇരക്കുന്ന പടച്ചോനെ, ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി നിന്റെ വിധി എന്താണോ ഉത്തമം അത് നീ നടപ്പിലാക്കാനാണ് നീ തീരുമാനിക്കുന്നെങ്കിൽ അത് വേഗം നീ നടപ്പിലാക്കണം. അല്ലാതെ മരിപ്പിക്കണേ റബ്ബേ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പല നാടുകളിലും ഇങ്ങനെ അറുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള നേർച്ചയല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആടിനെയോ പോത്തിനെയോ നേർന്നു, അത് മുൻനിർത്തി പടച്ചവരോട് തേടുക, അതല്ലാതെ ഇതിനെ അറുത്തിട്ട് അല്ലെങ്കിൽ രോഗം മാറിയാൽ ഞാൻ ബലിയെറുക്കാം, ജോലി കിട്ടിയാൽ ഞാൻ പോത്തിനെ അറുക്കാം, എനിക്ക് കുഞ്ഞുണ്ടായാൽ ഞാൻ അറുക്കാം. നമ്മൾ ആരാ പടച്ചവനോട് ഉപാധി പറയാൻ വേണ്ടിയിട്ട്? പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ഉപാധി പറയാൻ നമ്മൾ ആരാ? നമുക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് പൈസ തന്നാൽ ഞാൻ എന്റെ കാറ് തരാം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഉപാധി പറയാം. പക്ഷെ റബ്ബിനോട് ഞാൻ അറുക്കാം, നീ ജോലി തന്നെ, ഞാൻ അറുക്കാം, നീ അസുഖം, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ നമ്മൾ സ്വമേധയ ആത്മാർത്ഥമായി നേർച്ച നേർന്ന് അറുത്ത് അത് മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാം. ഇനി 4-മത്താണ് പ്രായശ്ചിത്തം. പ്രായശ്ചിത്തത്തിന്റെ 60 കൂടുതലും പറയുന്നത് ഹജ്ജിന്റെ ചില പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ കഫാറത്തായി ആടിനെ അറുക്കണം എന്നുള്ള ചില ബലികർമ്മം നടത്തണം എന്നുള്ള ചില ഹുക്കുമകളുണ്ട്. നമ്മളെ ബാധിക്കുന്നതല്ല, ഹജ്ജുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് അത് ബാധിക്കുക. അള്ളാഹു ആ രൂപത്തിൽ പ്രായശ്ചിത്തങ്ങളൊന്നും ഇല്ലാത്ത ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ആഹാരമാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയ ആഹാരം.
അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരു ഈച്ചയെപ്പോലും നേർച്ചയാക്കിയാൽ വലിയ പാതകമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവനെ അള്ളാഹു ശപിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില നാടുകൾ ഇപ്പൊ കുറവുണ്ടെങ്കിലും ചില നാടുകളിൽ ചില മുട്ടനാടുകളെയൊക്കെ നമുക്ക് കാണാം. മുട്ടനാട്, അതേപോലെ തന്നെ കാളക്കുഞ്ഞ് കഴുത്തിലൊരു ചരടൊക്കെ തൂക്കിയിട്ട് അതൊരു പച്ചക്കറി കടയിൽ കയറി അവരുടെ പച്ചക്കറി കടിച്ചിരുന്നാലും ആരും ആട്ടി ഓടിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം ഉള്ള ആള് ദർഗയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ന മക്കാമിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ ആളാണ്, അതുകൊണ്ട് ഇതിനെ അകറ്റിയാൽ കച്ചവടം പ്രശ്നമാകുമെന്ന് കരുതിയിട്ട് ഇത് കടിച്ചു തിന്നുമ്പോഴും ആട്ടി ഓടിക്കൂല എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലാ ചിന്തയാണ്. അങ്ങനെ മഹാന്മാർക്ക് വേണ്ടി സാക്ഷാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പോലും നമുക്ക് പായസം ഉണ്ടാക്കി നേർച്ചയാക്കാൻ പോലും പാടില്ല. പിന്നെ അല്ല പോത്തിനെയും കാളേനെയൊക്കെ അറുക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഒരാൾ ഒരു മൃഗത്തെ അറുത്തു, എന്തിനാ അറുത്തത്? ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ അവൻ ആരാണ്? സ്വാറ മുർത്തദ്ദൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്നു, നിസ്കരിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്നു, ഉംറ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, നോമ്പ് പിടിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, അവന്റെ ഹുക്മ് ഇമാം റാസി പറയുന്നത് സ്വാറ മുർത്തദ്ദുൻ, അവൻ മുർത്തദ്ദായി പോകും. സ്വാറ മുർത്തദ്ദൻ, അവൻ മുർത്തദ്ദായി പോകുന്നതാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കർമ്മമാണ്. അങ്ങനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നേർച്ചയാക്കാൻ പാടില്ല. പിന്നെ ഇപ്പോ നമ്മുടെ നാട്ടില് പലപ്പോഴും വലിയ വലിയ മൃഗങ്ങളെ, വലിയ വണ്ണമുള്ള ആന പോലെ ഇരിക്കുന്ന മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ വരിക, 5 ലക്ഷത്തിന്റെ പോത്തിനെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വലിയ മൃഗത്തെ കൊണ്ടുവന്ന് ഒരു കാഴ്ച വസ്തു ആക്കിയിട്ട് ഈ വടതല ടൗണിൽ കൂടി ഒരു ആനയെ കൊണ്ടുവന്ന പോലെ കഴുത്തിലൊരു മണിയും കെട്ടി ഈ പോത്തിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എരുമേനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കാഴ്ച വസ്തു ആക്കാനുള്ള ഒന്നല്ല ബലികർമ്മം എന്ന് പറഞ്ഞാൽ. ഇന്ന തറവാട്ടുകാർ അറുത്തത് നല്ലൊരു സൈസ് സാധനത്തിനെ ആയിരുന്നു, അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല നമ്മൾ. മറിച്ച് നമ്മുടെ മനസ്സാണ് അവിടെ ശുദ്ധമാവേണ്ടത്. അവിടെ മൃഗത്തിന്റെ വലിപ്പോ ചെറുപ്പമൊന്നുമല്ല, മൃഗത്തിന്റെ കൊഴുപ്പും തടിയൊന്നുമല്ല, നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. മനസ്സിൽ റിയാ വന്നാൽ, ഈ റിയാ എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഹജ്ജിന് പോകുന്ന അവസരങ്ങളിലും അതേപോലെ സകാത്ത് കൊടുക്കുന്ന അവസരങ്ങളിലും ഈ ബലികർമ്മം നടത്തുന്ന അവസരങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ കടന്നു വരിക. ആ സമയത്ത് നമ്മൾ റിയാ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ അറിയണം, ജനങ്ങൾ കാണണം. ഏറ്റവും കൂടുതൽ റിയാ കടന്നു വരുന്ന വിഭാഗമാണ് പണ്ഡിതന്മാർ, ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പല ആളുകളും നരകത്തിൽ പോകാനുള്ള കാരണം റിയാ ആണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് റിയാ വരുന്നതാണ് സ്വതക്ക കൊടുക്കുന്ന പണക്കാർ, ധർമ്മിഷ്ഠരായ പണക്കാർ നരകത്തിൽ പോകും. എന്താ കാരണം? റിയാ വരുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ദീനീ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അവർ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എന്നാൽ ചിലപ്പോ റിയാ കാരണം അവരുടെ അമലുകൾ നഷ്ടപ്പെട്ട് നരകത്തിൽ പോകാം. അള്ളാഹു ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന്, മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണ് റിയാ. സംശയം മരുന്നില്ല, റിയാഇന് മരുന്നില്ല. മരുന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം, അത് മനസ്സിന്റെ ശുദ്ധിയാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, പടച്ചവന് ഈ ബലിമൃഗത്തിന്റെ ഇറച്ചി ആവശ്യമില്ല, വലാ ദിമാഉഹാ, പടച്ചവന് അതിന്റെ ഇറച്ചിയും രക്തവും ആവശ്യമില്ല, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, പടച്ചവൻ എന്താ ആവശ്യം? നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. അപ്പൊ നല്ല ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി വേണം നമ്മൾ ഈ ബലികർമ്മത്തിന് തയ്യാറാകാൻ. അല്ലാഹു അതിന് നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന വറദുല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബലികർമ്മവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ, ചില മസ്അലകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തതാണ്, ബലി കർമ്മത്തിന് പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ ഷെയറുമായി ബന്ധപ്പെട്ട ഹദീസിലുള്ളത് അൽ ബദനത അൻ സബഅത്തിൻ വൽ ബഖറത അൻ സബഅത്തിൻ, മാട് വർഗത്തിൽപ്പെട്ട പശു, അതേപോലെ പോത്ത്, എരുമ, കാള, ഇതുപോലെ മാട് വർഗത്തിൽപ്പെട്ടത് ഒട്ടകത്തിന് 7 ആളുകൾ വരെ ചേർന്ന് ബലിയെറുക്കാവുന്നതാണ്. അപ്പൊ 7 ആളിൽ കുറഞ്ഞാൽ പ്രശ്നമില്ല. 5 പേരാകാം, 3 പേരാകാം, 2 പേരാകാം, ഇനി ഒരാൾക്ക് തനിയെ പറ്റൂ, അങ്ങനെയാവാം. പക്ഷെ 7 എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ്
ഒരു മൃഗത്തിന്റെ ഷെയർ പൂർത്തിയായി, രണ്ടാമത്തെ മൃഗത്തിന് ഒരു ഷെയറും കൂടി വരാനുണ്ട്. മൂന്നാമത്തെ മൃഗത്തിന് വേണ്ടിയുള്ള താല്പര്യമുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കുക. 10,000 രൂപയാണ്. അധികം വൈകാതെ അത് പറയണം. നമ്മുടെ മൊയ്തുഖാനെ സമീപിച്ചാൽ മതി. വെള്ളിയാഴ്ച പൈസ ഇപ്പം കൊടുക്കണമെന്നില്ല. താല്പര്യമുള്ളവരൊക്കെ ജുമാ നിസ്കാരം കഴിയുമ്പോൾ ഒന്ന് ബന്ധപ്പെട്ട് ആ പേരൊന്ന് ചേർത്ത് വെച്ചേക്കുക. അപ്പോൾ 7 പേരാണ് ഒരു മൃഗത്തിന്റെ ഷെയർ എന്ന് പറയുന്നത്. ആടിന് ഷെയർ കൂടാൻ പറ്റൂല. ആടിന് ഇതേ ഉള്ളൂ, ഒറ്റ ആളാണ് ആടിനെ ഇറക്കേണ്ടത്. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനൊരു പ്രായമുണ്ട്. തോന്നിയതിനെ പിടിച്ചിറക്കാൻ പറ്റില്ല. ഹദീസുകളെ അപഗ്രഥിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ നാട്ടിലെ ആടാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ്, 1 വയസ്സ് പൂർത്തിയായി രണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചത് 1 വയസ്സ് പൂർത്തിയാവണം. ചെമ്മരിയാടാണെങ്കിൽ 6 മാസം പൂർത്തിയായിരിക്കണം. അതേപോലെ തന്നെ മാടി, പശു, പോത്ത്, കാള, എരുമ ആ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയാവണം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുദ്ധമായ പൈസ വെച്ചിട്ടേ, ഹലാലായ പൈസ വെച്ചിട്ടേ ബലി കർമ്മത്തിന് കൂടാവുള്ളൂ. പല പൈസ, ബാങ്കിൽ മിച്ചമുള്ള പലിശയുടെ ബാലൻസ് ഉണ്ടാവും, നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇത്തവണ പൈസ ഇല്ല, ടൈറ്റാണ്, അതുകൊണ്ട് കിട്ടുമ്പോൾ വെക്കാന്ന് അന്ന് ആ ഒരു ശൈലി ശരിയല്ല. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഹറാമായ സമ്പത്ത്, ഹറാമിലുണ്ടാക്കിയ സമ്പത്ത് വെച്ചിട്ട് ഇത് ചേർന്നിട്ട് കാര്യമില്ല. ഏതുപോലെ എന്നറിയോ? ഇപ്പോ നമ്മുടെ ശരീരത്തില് ഒരു കാക്ക കാഷ്ടിച്ചു എന്ന് കരുതുക. ആ കാക്കയുടെ കാഷ്ടം മൂത്രം കൊണ്ട് കഴുകിയാൽ ശുദ്ധമാകുമോ? ഇസ്ലാമിക ലോകത്തൊരു ചർച്ചയാണ്. നജസ്, അതായത് ഹറാം ഉപയോഗിച്ച് സക്കാത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിധി ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ കൊടുത്തൊരു ഉദാഹരണമാണ്. നമ്മുടെ മേത്തൊരു കാക്ക കാഷ്ടിച്ചു. ആ കാക്കയുടെ കാഷ്ടം മൂത്രം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുമോ? മൂത്രവും നജസാണ്, കാഷ്ടവും നജസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഹറാമായ പൈസ കൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് എന്ത് ചെയ്യണ്ട, നിൽക്കേണ്ട. ഇന്നല്ലാഹു ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബാണ്, വലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പടച്ചവൻ ത്വയ്യിബല്ലാത്ത മറ്റൊന്നും സ്വീകരിക്കുകയില്ല. ഇനി മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, അൽ ബയ്യിനു ഔറുഹ, വ്യക്തമായ ന്യൂനതയുള്ള, കണ്ണിന് കാഴ്ചയില്ലാത്ത മൃഗത്തെ ബലിയെടുക്കാൻ പാടില്ല. അതുകൊണ്ട് ബലിമൃഗത്തെ വാങ്ങിക്കാൻ പോകുന്നവർ കണ്ണ് നോക്കണം, ചെവി നോക്കണം, കേൾവി ഉണ്ടോ നോക്കണം. വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, വ്യക്തമായ അസുഖമുള്ളത്, രോഗമുള്ളത് പാടില്ല. വൽ അർജഉൽ ബയ്യിനു ദൽഉഹ, അംഗവൈകല്യമുള്ളത് അറക്കാൻ പാടില്ല. വൽ കബീറത്തുൽ ലതി ലാ തുഖി, പ്രായം ചെന്ന് മജ്ജയൊക്കെ പോയി, നമുക്കറിയാലോ, പ്രായം ചെന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട വയസ്സായ മൃഗങ്ങൾ അറക്കാൻ പാടില്ല. മാത്രമല്ല, ഇന്നി അക്റഹു അയ്യകൂന ഫിൽ ഖർനി നഖ്സുൻ, കൊമ്പൊടിഞ്ഞത് അറക്കൽ കറാഹത്താണ്. വയകൂന ഫിസ്സിന്നി നഖ്സുൻ, പല്ല് പോയതിന് അറക്കൽ കറാഹത്താണ്. അപ്പൊ ചെവി കീറിയത്, പല്ല് പോയത്, വാലില്ലാത്തത്, അംഗവൈകല്യമുള്ളത്, പ്രായം ചെന്നത്, ഇതിനൊന്നും അറക്കരുത്. നല്ല മൃഗത്തെ വേണം അറക്കാൻ. അപ്പൊ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അറുക്കാനുള്ളതല്ലേ, ഇറച്ചിക്കുള്ളതല്ലേ എന്ന് ചോദിക്കും പലരും. നമ്മുടെ നാട്ടിലെ ഇറച്ചിക്കടയിൽ കൊണ്ടുവരുന്ന പോത്തും കാളയൊക്കെ എങ്ങനെയാണോ, എത്ര വില കുറച്ച് കിട്ടും അത് കൊണ്ടുവന്ന് ഇറക്കും. പക്ഷെ ഉദ്ഹിയത്തിന് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബലികർമ്മത്തിനോട് ഉപയോഗിക്കുന്ന മൃഗങ്ങൾ മിൻ ശഅഇരില്ല, അല്ലാഹുവിന്റെ ശിആറാണ്, അല്ലാഹുവിന്റെ അടയാളമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിആറുകളെ ആര് ബഹുമാനിക്കുന്നുവോ ഹൃദയത്തിൽ ഈമാനുള്ളതിന്റെ തഖ്വയുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തോന്നിയ മൃഗത്തെ അറുക്കാൻ പാടില്ല. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ മൃഗത്തെ വാങ്ങിച്ചു, പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു സംശയം കൂടിയാണ്. മൃഗം നല്ല ഉഷാറായ മൃഗമാണ്, നമ്മൾ കൊണ്ടുവന്ന് കെട്ടി എവിടെങ്കിലും തട്ടി അതിന്റെ കൊമ്പ് പോയെന്ന് കരുതുക, ശരീരത്തിന് പരിക്കേറ്റെന്ന് കരുതുക, അല്ലെങ്കിൽ അസുഖം ബാധിച്ചെന്ന് കരുതുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ മാംസത്തിന് പ്രശ്നമുള്ളത്, ഇവ പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അത്തരം മൃഗങ്ങൾ നമുക്ക് അറുക്കാൻ പറ്റില്ല. ആ മൃഗത്തിന്റെ പകരം മറ്റൊരു മൃഗത്തെ വാങ്ങിച്ചെറുക്കണം. പക്ഷെ മാംസം അറുക്കുന്നത് കൊണ്ട് മാംസത്തിന് പ്രശ്നമില്ല എന്നുള്ളതാണെങ്കിൽ ആ മൃഗത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അറുക്കാവുന്നതാണ്. രണ്ടാമത്തത്, പലപ്പോഴും സംഭവിക്കുന്ന, ഈ മൃഗത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ പാടത്തോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും കെട്ടുക. അപ്പോൾ പാമ്പ് കടിച്ച് മരിക്കുന്ന പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനത്ത് മറ്റൊരു മൃഗത്തെ വാങ്ങിച്ചെറുക്കണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത, ഈ അസുഖം ബാധിച്ചിട്ട് അതിന്റെ ഇറച്ചി ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലുള്ളതാണെങ്കിൽ വേറൊരു മൃഗത്തെയാണ് അവിടെ അറക്കേണ്ടത്. പിന്നെ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ ഇത് ഗർഭിണിയാണോ എന്ന് അറിയില്ല, കൊണ്ടുവന്ന് കെട്ടി,
1 മാസം 2 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് തന്നെ മേടിച്ചെന്ന് കരുതുക, കൊണ്ടുവന്ന് കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗർഭത്തിന്റെ അടയാളം കാണിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ ചെയ്യുക? അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൃഗത്തിന് പകരം മറ്റൊരു മൃഗത്തെ അറുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമം. പക്ഷെ നമുക്ക് ഈ മൃഗത്തെ അറുക്കാതെ വേറെ നിർവാഹമില്ല. ഈ മൃഗത്തെ അറുക്കാതെ വേറെ നിർവാഹമില്ല എങ്കിൽ മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയോട് ഈ വിഷയത്തിന് ഫത്വ ചോദിച്ചു. ഒരു ഖത്തീബ് ഖുതുബ നടത്തി പറഞ്ഞു, ഗർഭിണി അറുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി, ഖുർആനിലോ ഹദീസിലോ അങ്ങനെ അറുക്കുന്നത് ഹറാം എന്നൊരു വിധിയില്ല. അറുക്കാം, അറുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ ചെയ്യേണ്ട സൂക്ഷ്മമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഗർഭിണിയാണെങ്കിൽ ആ മൃഗത്തെ ഗർഭം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചില ചർച്ചകളിൽ 4 മാസം ആകുന്നതിന് അറുക്കൽ കറാഹത്താണെന്നും 6 മാസമായ ഗർഭകാലം 6 മാസമായതാണെങ്കിൽ ഹറാമാണെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഹറാം എന്നൊരു വിധി പറയാൻ പറ്റൂല. ഗർഭിണിയായ മൃഗമാണെങ്കിൽ ഒഴിവാക്കലാണ്, അതിനെ മാറ്റിയിട്ട് പകരം മറ്റൊരു മൃഗത്തെ അറുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് ഇത് അനുവദനീയമാകുന്ന ഒരു വിധി നമുക്ക് പറയാൻ കഴിയുക. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ പറയാം. അതേപോലെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ മുമ്പത്തെ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, മദ്രസ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. മക്കൾക്ക് നിസ്കാരമൊന്നും, ഒരുപാട് കുട്ടികൾക്ക് നിസ്കാരം ഇല്ല. നമ്മൾ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാറില്ല, ജുമുഅക്ക് പോലും കൊണ്ടുവരാറില്ല. അപ്പോൾ നമ്മുടെ മദ്രസയിൽ നിന്നാണ് ആകപ്പാടെ എന്തെങ്കിലും തീര് കിട്ടുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പേരും പറഞ്ഞ്, സ്കൂൾ ബസിന്റെ പേരും പറഞ്ഞ് പറ്റുന്ന സമയത്ത് പഠിപ്പിക്കുക. 10ാം ക്ലാസ്സിലായ കുട്ടിയെ മദ്രസ വിടാൻ പറ്റില്ല. 8ാം ക്ലാസ് കഴിഞ്ഞ് അവൻ മദ്രസയിൽ പോകില്ല, എത്ര നിർബന്ധിച്ചാലും പോകില്ല. അവന്റെ ലോകം വേറെയാണ്. അപ്പൊ ഈ സമയത്ത് ഒരു 5 വയസ്സ് കഴിഞ്ഞ ആ കുട്ടികളെയൊക്കെ നമ്മൾ മദ്രസയിൽ ചേർക്കണം. അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉസ്താദുമാരെല്ലാവരും തയ്യാറാണ് പഠിപ്പിക്കാൻ. എല്ലാത്തിനും കഴിവുള്ള അധ്യാപകരാണ്. നല്ല സൗകര്യമുള്ള മദ്രസയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കുക, അതിൽ ചേർക്കുക. അള്ളാഹു ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ മക്കളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ഒരു സംഘം ആളുകൾ സ്വർഗത്തിലേക്കും മറുസംഘം ആളുകൾ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗം നൽകുന്നവരിൽ അള്ളാഹുവിനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ കബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അകന്നു പോയ ഹൃദയങ്ങളെ നീ കൂട്ടിയിണക്കണേ റഹ്മാനെ. കലിമ ചൊല്ലി മരിക്കുന്ന വിശ്വാസികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരലോകത്ത് നഷ്ടം സംഭവിച്ചവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. ഈ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ മുഅ്മിനായി എന്ന കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് ശാന്തിയും സമാധാനവും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ.